രാജു പി നായർ കെ സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ് ആർലേക്കരപ്പരി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് എന്നാണ് ഒരു കള്ളച്ചിരിയോടുകൂടി കെ സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ കെ സുരേന്ദ്രന് കുറേ കാര്യങ്ങൾ അറിയാം, ഉറപ്പായും ശ്രീ പത്മനാഭന് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. രാജു പി നായർ, ഇവിടെ പലപ്പോഴും ഗവർണർ ഏറ്റുമുട്ടലിൻ്റെ ഒരു പരകോടിയിലേക്ക് ഉയരുകയും പെട്ടെന്ന് ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് താഴുകയും ചെയ്യുന്ന ഈ ഗ്രാഫ് നമ്മൾ കുറേ അധികം തവണ കണ്ടു. നിങ്ങളത് ഒത്തുതീർപ്പ്, പ്രതിപക്ഷം അത് സർക്കാർ ഗവർണർ ഒത്തുതീർപ്പ് എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ ബിസിനസ് എന്താണ് ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തം സർക്കാരിനുണ്ടല്ലോ, അതുമാകാമല്ലോ. രാജു പി നായർ അങ്ങനെ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുമ്പോഴും കൃത്യം ഇടവേളകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ മോഹൻ ഭഗവത് വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിപ്പോയി ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് ബി ജെ പിയെ, ഞാൻ നിങ്ങളോട് കൂറുള്ളവനാണ്. അർലേക്കർക്ക് അങ്ങനെ കൂറ് പ്രഖ്യാപിക്കേണ്ട, കൂറ് പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ള ഒരാളല്ല. ആരിഫ് പോയി അർലേക്കർ വരുമ്പോൾ പ്രതിപക്ഷം ആ സിനേറിയോ കാണുന്നത് എങ്ങനെയാണ് രാജു പി നായർ? അല്ല, ആ സിനാറിയോ വരട്ടെ. നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ മുൻവിധിയോടുകൂടി ഒരാളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സർക്കാർ ഗവർണർ പോരുകൾ മുഴുവൻ ഇരുപക്ഷവും ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ പരസ്പരം സഹായിക്കുന്ന നിലപാടുകളായിരുന്നു. ആ സഹായിക്കുന്ന നിലപാടുകളിൽ പലപ്പോഴും ഇവർ രണ്ടുപേരും അവർ ചെയ്തിരുന്ന നിലപാട്, ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം. പക്ഷെ അതല്ലാത്ത രീതിയിൽ വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമിച്ചത് മുതൽ ഇങ്ങോട്ടേക്ക് നമുക്കറിയാം അല്ലേ. അവിടെ ഗോൾവാക്കറുടെ 4 പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് വരെയുണ്ട്. എന്തായാലും സർക്കാർ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിനോട് ഒത്തുതീർപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയം വിട്ട് നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയം വിട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഗവർണറും സി പി എമ്മും തമ്മിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പിയുടെ ഒരു ശൈലി തന്നെ ഇത്തരത്തിൽ ഗവർണർമാരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇതര സർക്കാരുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ഒരു രീതിയാണ്. ആ രീതി പലപ്പോഴും ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ പല ഇതാണ്. ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വം അപ്രസക്തമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് മുകളിൽ നിന്നുള്ള തീരുമാനങ്ങളാണ് സാധാരണ വരുന്നതെല്ലാം. ബി ജെ പി ഒരു കക്ഷിയെ അല്ലാതെ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഗവർണറിലൂടെ ബി ജെ പിയുടെ രാഷ്ട്രീയം കൊണ്ടുവരികയും അങ്ങനെ അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പോരുകളാക്കി മാറ്റാനായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ നടന്ന സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതിന് ഒരു വാലിഡിറ്റി കൊടുക്കുന്നത് ഈ ഘട്ടങ്ങളിലെല്ലാം തങ്ങളുടെ രാഷ്ട്രീയം പോലും മറന്ന്, അടിസ്ഥാനപരമായ മതേതരത്വ ബോധം പോലും മറന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഗവർണർ മുഖ്യമന്ത്രി ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ രവീന്ദ്രനെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആക്കുന്ന രീതിയിൽ ഈ ഗവർണർ തിരിച്ചും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ അമിതമായിട്ടുള്ള വ്യയത്തെക്കുറിച്ച്, ചെലവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനേക്കാൾ വലിയ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക ചിലവ് ഈ ഗവർണർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സർക്കാർ ഓണർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ നയപ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഞാനത് വിശദമായിട്ട് പോകുന്നില്ല, അങ്ങനെ എല്ലാം പല വിഷയങ്ങളുണ്ട്. അത് വരട്ടെ. അതെങ്ങനെയാണ് ഈ പുതിയ ഗവർണർ ബി ജെ പിയുടെ രാഷ്ട്രീയം നടപ്പാക്കാനുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമുക്കതിന് പറയാം. ഞങ്ങൾക്ക് ആശയപരമായൊരു പ്രശ്നമുണ്ട് ഹാഷ്മി. 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പുതുതായി വരുന്ന രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയത്. എന്താ അദ്ദേഹം നടത്തിയ പ്രസ്താവന? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് സത്യാഗ്രഹ സമരത്തിലൂടെയല്ല, മറിച്ച് പ്രാദേശികമായി ആയുധമെടുത്തു പോരാടിയതിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് പറഞ്ഞ ആളാണ് ഈ ഗവർണർ 5 ദിവസങ്ങൾക്ക് മുമ്പ്. ആശയപരമായി ഇദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടുത്ത എതിർപ്പ് അവിടെ ഉണ്ടാവും. എനിക്കറിയില്ല സി പി എമ്മിന് എങ്ങനെയാണ്. അദ്ദേഹം ആദ്യത്തെ അവസരം കിട്ടി സംസാരിച്ചപ്പോൾ ഇത് അദ്ദേഹത്തിന് എതിർപ്പില്ലാതെയായി പോകുന്നത് എന്നെനിക്കറിയില്ല. ചിലപ്പോൾ ആശയപരമായി തൽക്കാലം RSSുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ളതായിരിക്കാം. ഈ RSSകാരനായിട്ടുള്ള ഈ അർലേക്കർ പറഞ്ഞ പ്രസ്താവന ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഉപേക്ഷിച്ചു പോയത് ഗാന്ധിയുടെ സത്യാഗ്രഹ സമരം കൊണ്ടല്ല, ഞങ്ങൾ പ്രാദേശികമായി ആയുധങ്ങളെടുത്തു പോരാടിയത് കൊണ്ടാണ് എന്നാണ്. ഈ രാജ്യത്തിന് എപ്പോഴെങ്കിലും രാജ്യം പോട്ടെ, ലോകത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അപ്പൊ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ കള്ളത്തരം പറയുകയും
RSSന്റെ നികൃഷ്ടമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വർഗീയവാദിയും ഈ രാജ്യത്തിന്റെ കോമൺ സ്പിരിറ്റിന് എതിരായിട്ട് നിൽക്കുന്ന ആളാണ് ഈ പുതിയ ഗവർണർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗാന്ധിജിയെ പോലും അപമാനിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഈ ലോകം മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പുതിയ കാലത്തെ ഏറ്റവും വലിയ വിപ്ലവമായിട്ടല്ലേ കഴിഞ്ഞ 75 വർഷക്കാലം കൊണ്ടാടിയിരുന്നത്. പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് എല്ലാം ഗാന്ധിജിയാണ് മാർഗം അല്ലെങ്കിൽ ഗാന്ധിജിയാണ് പരിഹാരം എന്ന് ഈ ലോകം പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയല്ലേ. ആ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയെ പോലും ഒരു യാഥാർത്ഥ്യബോധവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാൻ ശ്രമിച്ച ആളാണ് ഇയാൾ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അർലേക്കർ എന്ന് പറയുന്ന ഗവർണറുമായിട്ട് ആശയപരമായ പ്രശ്നമുണ്ടാവും. ആ ആശയത്തെ, RSSന്റെ ആശയത്തെ, ഇന്ത്യ വിരുദ്ധ ആശയത്തെ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട, ആ RSSന്റെ ഗവർണറെ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. കേരളത്തിന്റെ മതേതര നിലപാടിനും കേരളത്തിന്റെ ദേശീയതയ്ക്കും ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്കുമെതിരെ വിരൽ ചൂണ്ടാനാണ് ഗവർണർ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. ഗവർണർ അത് മാറ്റിവെച്ച് ഭരണപരമായ രീതിയിൽ നീതിയുക്തമായ നിലയിൽ രണ്ടുപേരെയും എല്ലാ വിഷയങ്ങളിലും നീതിയുക്തമായ ഭരണഘടനയെ അപ്ലൈ ചെയ്തുകൊണ്ട്, ചട്ടങ്ങളെ അപ്ലൈ ചെയ്തുകൊണ്ട്, റൂളുകളെ അപ്ലൈ ചെയ്തുകൊണ്ട് നീതിയുക്തമായ തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. അതല്ല